ശുചിമുറി മാലിന്യം തള്ളലിൽ പൊറുതിമുട്ടിയ നിലയിലാണ് വൈക്കം തോട്ടുവക്കം മുതൽ തോട്ടകം വരെയുള്ള നാട്ടുകാർ. KV കനാലിലും വല്യാനപ്പുഴയിലും മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. KV കനാലിൽ പുത്തൻതോട്ടിലേക്ക് സ്ഥിരമായി ശുചിമുറി മാലിന്യം തള്ളുന്നത് 2 ആഴ്ച മുമ്പാണ് വൈക്കം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ വല്യാനപ്പുഴ പാലത്തിന് സമീപമാണ് 2 ദിവസം മുമ്പ് വീണ്ടും ശുചിമുറി മാലിന്യം തള്ളിയത്. നഗരസഭയ്ക്കും വൈക്കം പോലീസിനും മൂക്കിന് താഴെയാണ് ഇങ്ങനെ സ്ഥിരമായി ശുചിമുറി മാലിന്യം തള്ളൽ തുടരുന്നതെന്നാണ് രാത്രി 2 വണ്ടികളും വരുന്നതാണ് ഇവിടെ പോണവർ പറഞ്ഞത്. നമ്മൾ അതിനകത്ത് പലവട്ടം ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞു, മുനിസിപ്പാലിറ്റി പറഞ്ഞു, പിന്നെ ഇവിടെ വെട്ടം ഇല്ല, വെളിച്ചമില്ല ഇവിടെ ഈ പ്രദേശത്ത്. അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം ആൾക്കാർക്ക് കാണാനോ പറ്റത്തില്ല. പുഴയിലേക്കും തോട്ടിലേക്കും രാസവസ്തു കലർത്തിയ ശുചിമുറി മാലിന്യം വ്യാപിച്ച് ഗുരുതര രോഗഭീതിയാണ് പ്രദേശത്ത് ഉയരുന്നത്. വല്യാനപ്പുഴ പാലത്തിൻ്റെ ഈ അരികത്ത് മുഴുവനായിട്ട് പല ദിവസങ്ങളിലും രാത്രി കാലങ്ങളിൽ ഇവിടെ മനുഷ്യ വിസർജ്യം അടക്കം, അതുപോലെ തന്നെ ഹോട്ടൽ വേസ്റ്റുകൾ ഇതെല്ലാം കൊണ്ടുവന്ന് തള്ളുകയാണ്. ഇത് കർശനമായ നടപടി. രാത്രിയിൽ ഫുൾ ടൈം പോലീസിന്റെ പെട്രോളിംഗ് ഉണ്ടാകണമെന്ന് നമ്മൾ നഗരസഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി മേലിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കുക എന്നുകൂടി നമ്മൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ജനകീയമായ പ്രക്ഷോഭം ഈ പാലത്തിലൂടെ, ഈ റോട്ടിലൂടെ ഉള്ള ഗതാഗതം വരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പോകുന്നത്. പോലീസിന്റെ ഒത്താശയോടെയാണ് ഇവിടെ ശുചിമുറി മാലിന്യം തള്ളുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. അതേസമയം ശക്തമായ നടപടിക്ക് പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും നടപടിയില്ലാത്ത പക്ഷം വെച്ചൂർ റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നുമാണ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി സണ്ണി പറയുന്നത്. രാസമാലിന്യം അടക്കം കലർന്ന് തോട്ടിലെയും പുഴയിലെയും വെള്ളം മലിനപ്പെട്ടതോടെ പ്രദേശം മാത്രമല്ല സമീപ പ്രദേശങ്ങളിലും ആരോഗ്യ ഭീഷണി ഉയരുകയാണ്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.